യുവമാരെ കാരണം ഇപ്പോൾ ഒന്നും തിന്നാനും ഇങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ചിലർ പറയും, ഓ പാഷ ഇതൊക്കെ ഇപ്പോൾ ഇത്രയും വലിയ കഠിനമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പോൾ ഇച്ചിരി തിന്നെന്ന് പറഞ്ഞു സ്വർഗത്തിൽ പേര് വെട്ടും. അയ്യോ വിഗ്രഹാർപ്പിതം കഴിച്ചാൽ സ്വർഗത്തിൽ പോതല്ലേ? പരിശോധിക്കാം. നാം വിഗ്രഹാർപ്പിതങ്ങളിൽ നിന്ന് പൂർണ്ണമായും വേർപെട്ടിരിക്കണം. ഒരു തരത്തിലും വിഗ്രഹാർപ്പിതം ഭക്ഷിപ്പാൻ പാടില്ല. ഇത് ദൈവവചനത്തിൻ്റെ ഉപദേശമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 27, 28, 29 വായിച്ചാട്ടെ. അയച്ചിരിക്കുന്നു. അവർ വാമൊഴിയായി ഇത് തന്നെ അറിയിക്കും. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഞാൻ കൺവെൻഷനിൽ പറഞ്ഞ ഒരു വാക്യം 2 തെസ്സലോനിക്ക ലേഖനം 2:15 ഒരു വാക്യം ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ വാക്യവുമായിട്ട് വളരെ കണക്റ്റഡ് ആണത്. എന്താണ്? ഞങ്ങൾ വാക്കിനാലോ എഴുത്തിനാലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. അപ്പം അന്ന് ഞാൻ പറഞ്ഞു വാക്കിനാലുള്ള ഉപദേശം പലതും എവിടെ കിടക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തിയിലാണ് കിടക്കുന്നത്. എഴുത്തിനാലുള്ള ഉപദേശങ്ങളാണ് എന്ത്? ലേഖനങ്ങൾ. ഇത് രണ്ടും നമ്മൾ ബേസിക്കാണോ? അപ്പോൾ ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ വാക്കിനാലൊരു ഉപദേശം, വാമൊഴിയായി അറിയിക്കുന്ന ഒരു ഉപദേശം എന്താണ്? വായിച്ചേ. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. ഇനി ഇതെന്താ സന്ദർഭം എന്ന് ചോദിച്ചാൽ, ഈ 15-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്ന ദൈവദാസന്മാരുടെ പൗലോസും ബർണ്ണബാസും അന്ത്യോക്യയിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ യഹൂദയിൽ നിന്ന്, അതിന്റെ 1-ാം വാക്യം വായിച്ചാൽ അതിന്റെ ഉത്തരം കിട്ടും. വായിച്ചോ. 15-1. യഹൂദിയിൽ നിന്ന് ചിലർ വന്നു. അപ്പൊ ശ്രദ്ധിച്ചോണം. യഹൂദ്യയിൽ നിന്ന് യഹൂദന്മാരിൽ ചിലര് എവിടെ വന്നു? അന്ത്യോക്യയില് വന്നു. യഹൂദ്യന്മാരിൽ ചിലർ വന്നിട്ട്, ചിലരെന്നാ അത് കർത്താവിന്റെ ശിഷ്യന്മാരോ അപ്പോസ്തലന്മാരോ ഒന്നുമല്ല. ഞങ്ങൾ പണ്ടേ യഹൂദ പാരമ്പര്യം പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആളുകളാണ്. അവർ ഈ യഹൂദിയിൽ നിന്ന് ചിലർ വന്നിട്ട് എന്ത് ചെയ്തു? നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല എന്ന് സഹോദരന്മാരെ. അപ്പൊ ശ്രദ്ധിച്ചേ, സുവിശേഷം അറിയിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് ദൈവദാസന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാരമ്പര്യക്കാർ കയറി വന്നിട്ട് പറഞ്ഞു, അത് പറഞ്ഞാൽ പറ്റത്തില്ല. മോശ പറഞ്ഞ അനുസരിച്ച്, പാരമ്പര്യത്തിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച്, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞ്? പരിച്ഛേദന ഏറ്റില്ലെങ്കിൽ നിങ്ങളുടെ രക്ഷ എന്തല്ല? പൂർണ്ണമാകത്തില്ല. നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം, അല്ലാതെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഒരു കലക്കം ഉണ്ടാക്കി. ഈ കലക്കത്തിന് ഉത്തരം കണ്ടെത്താനാണ് ഇവര് അപ്പോസ്തലന്മാരുടെ അടുക്കൽ ആളയക്കുന്നത്. അതാണ് 15-ാം അധ്യായം. അപ്പോസ്തലന്മാരുടെ അടുക്കൽ ആളയച്ചപ്പോൾ അവർ പ്രാർത്ഥിച്ച് ദൈവാത്മാവിൽ നിയോഗം പ്രാപിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അതാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ 27 അതാണ് വായിച്ചത്. ഞങ്ങൾ യൂദയും ശീലാസിനെ അങ്ങോട്ട് അയച്ചിരിക്കും നിങ്ങളുടെ സംശയം തീർക്കാൻ. അവർ വന്ന് വാമൊഴിയായി ഇത് അറിയിക്കും. എന്തറിയിക്കും? വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം. അപ്പൊ ഇത്രയും കാര്യം എന്ത് ചെയ്യണം? സഭ വർജനം. ഈ വാക്ക് ശ്രദ്ധിച്ചോണം. വേർപാടിന്റെ മറ്റൊരു വാക്കാണ് വർജനം എന്ന് പറഞ്ഞാൽ വർജിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഉപേക്ഷിക്കുക. അപ്പോൾ ഈ ലേഖനങ്ങളിൽ നമ്മൾ ചിലപ്പോൾ വായിച്ചിട്ടില്ലേ പഥ്യോപദേശം? അങ്ങനെ വായിച്ചിട്ടില്ലേ? പഥ്യോപദേശം കാത്തുകൊള്ളുക, അങ്ങനെ വായിച്ചിട്ടില്ലേ? ഈ പഥ്യം എന്ന് പറഞ്ഞാൽ എന്താ? പഥ്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ആയുർവേദ മരുന്ന് കഴിക്കുന്നവരോട് ഡോക്ടർ പറയും ഈ മരുന്ന് കഴിക്കുമ്പോൾ എന്തുണ്ട്? പഥ്യമുണ്ട്. എന്താണ്? മുട്ട, ഇറച്ചി, മീൻ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഥ്യമായിരിക്കണം എന്ന് പറഞ്ഞ അർത്ഥം ഒഴിവാക്കിയിരിക്കണം, ഉപേക്ഷിച്ചിരിക്കണം. എന്നാലേ ഈ മരുന്ന് ശരീരത്തിൽ എന്ത് ചെയ്യുള്ളൂ? ഫലിക്കുള്ളൂ. അപ്പം ഒരമ്മച്ചി എന്ത് ചെയ്യുന്നറിയോ? അങ്ങോട്ട് ശ്രദ്ധിച്ചോണം. ഈ പഥ്യോപദേശം വിട്ടുപോകുമ്പോൾ ഒരു അപകടം പറയുക. ഒരമ്മച്ചി എന്ത് ചെയ്യുന്നറിയോ? ഈ ആയുർവേദ മരുന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ ആരും അറിയാതെ മുട്ടയും മീനും ഒക്കെ അങ്ങ് കഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, പഥ്യം തെറ്റിയപ്പോൾ പെൻസിൽ പോലെ ഇരുന്ന അമ്മാമ്മ കയറി അങ്ങ് ഭരണി പോലെ വീർത്തു. ശ്രദ്ധിച്ചോണം. നല്ല വണ്ണമൊക്കെ വെച്ച് അങ്ങ് സെറ്റായി. അപ്പോൾ ഈ തൊഴിലുറപ്പിനൊക്കെ ചെന്നപ്പം പെണ്ണുങ്ങളെല്ലാം ചോദിക്കാം, യോടി എന്നാലും ഇവക്ക് എന്തൊരു മാറ്റമാടി, പെൻസിൽ പോലെ ഇരുന്നവള് നോക്കി മാറ്റുന്നു, അവളൊക്കെ നന്നായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കാണുന്നവരെന്താ പറഞ്ഞു? എന്തായി? നന്നായി. എന്തായി പറഞ്ഞ്? നന്നായി. സത്യത്തിൽ നന്നായതാണോ? നീരും വെള്ളം കയറി ചാകാൻ പോവാ. ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ലോകം നന്നായി എന്ന് പറയുന്നതെല്ലാം നന്നാകല് അല്ല. ഇവിടെ പഥ്യം തെറ്റിച്ചത് കൊണ്ടുണ്ടായ അപകടമാണ് ഈ ശരീരത്തിൽ ചുമക്കുന്നത്. അപ്പോൾ നാട്ടുകാർ പറഞ്ഞ എന്തായി? നന്നായി. അപ്പോൾ പഥ്യോപദേശം തെറ്റിച്ചിട്ട് ആൾക്കൂട്ടത്തിലേക്ക് പോകുമ്പോൾ ഓർക്കണം, അവിടെ ഭയങ്കര കഠിന ഉപദേശമാണ്. അത് ഒരു 5-6 വർഷമായി ഞാൻ സഹിക്കുന്നു, എന്നിട്ട് ഒരു നേട്ടവും ഉണ്ടായില്ല. അപ്പുറത്ത് ചെന്നപ്പോഴോ സൈക്കിളെ വാടാ, കാറെ പോകാം, ഇൻസ്റ്റൻറ്റ് വിടുതൽ. മറ്റേടത്ത് അങ്ങനെയല്ല. ഉള്ളി അങ്ങ് ഉപദേശിച്ച് നമ്മളെ കൊല്ലും. മറ്റേടത്ത് പിന്നെ ഉപദേശം ഒന്നും എളുപ്പമാണ്. പഥ്യമില്ല. അപ്പം നോക്കണം. അതുകൊണ്ട് ഈ ഇൻസ്റ്റൻറ്റ് വിടുതൽ വലിയ അപകടമാണ്.
ഇതാദ്യം മനസ്സിലാക്കിക്കോണം. പോട്ടെ, തിരിച്ചു വരാം. അപ്പൊ വർജനം ചെയ്യണം. എന്തൊക്കെ വർജനം ചെയ്യണം പറഞ്ഞേ? വിഗ്രഹാർപ്പിതം. അടുത്തത് രക്തം, ശ്വാസം മുട്ടിച്ചത്തത്. ഈ രക്തവും ശ്വാസം മുട്ടിച്ചത്തതും തമ്മിൽ കണക്റ്റഡാ. എന്താ രക്തം? വേദപുസ്തകം പറയുന്നു ജീവൻ രക്തത്തിലല്ലോ, അതുകൊണ്ടാണ് രക്തം ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ശ്വാസം മുട്ടിച്ചത്ത ഒഴിവാക്കാൻ പറഞ്ഞാൽ എന്താ? ശ്വാസം മുട്ടിച്ചത്ത ഒരു ജീവിയുടെ ശരീരത്തിന്റെ അകത്ത് രക്തം കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ കോഴിയെ മേടിക്കാൻ ചെല്ലുമ്പം ഒരു ഉരുളം തടിയാണ് കടക്കാരൻ അവിടെ വെച്ചിരിക്കുന്നത്. പണ്ട് അത് വയസ്സായവർക്കൊക്കെ അറിയാം. ഈ ഒരു കോഴി വേണമെന്ന് പറഞ്ഞാൽ എടുത്ത് അങ്ങോട്ട് തൂക്കി വെച്ച് ഈ കോഴിയുടെ ചിറക് രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു പിടിക്കും. പിടിച്ച് അങ്ങോട്ട് പൊക്കി നിർത്തി വെച്ച് ഈ ഉരുളം തടി എടുത്ത് അതിൻ്റെ നടുവിന് അപ്പുറം ഇപ്പുറം 2 അടി അടിച്ചിട്ട് അങ്ങോട്ട് ഇടും, ചത്തു. ഇന്ന് അത് മാറി, ഇന്ന് അറുത്ത് പാട്ടയിലോട്ടിട്ട് രക്തം മുഴുവൻ വാർന്നു പോയിട്ട് കഴിക്കുള്ളൂ. അതാണ് അതിൻ്റെ ശരി. അതാണ് വേദപുസ്തകം പറയുന്നത് ജീവൻ രക്തത്തിലല്ലോ. അപ്പൊ ശ്വാസം മുട്ടിച്ചത് പരസംഗം എന്ന് പറയുന്നത്, വേദപുസ്തകം പരസംഗം എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളെ സേവിക്കാൻ പോകുന്നതിനെയാണ് പരസംഗമെന്ന് വേദപുസ്തകം സംബോധന ചെയ്തിരിക്കുന്നത്. അപ്പൊ വിഗ്രഹാർപ്പിതൻ, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം. അപ്പൊ ഇത് ഈ പറഞ്ഞ 4 എന്ത് ചെയ്തിരിക്കണം? സഭ ഉപേക്ഷിച്ചിരിക്കണം. അതിലൊന്നാണ് എന്ത്? വിഗ്രഹാർപ്പിതം. എന്തായാലും രക്തം നിങ്ങൾ കുടിക്കാറില്ല, നമ്മളാരും എന്തല്ല ഡ്രാക്കുളയൊന്നും അല്ല. അപ്പം അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് വിഗ്രഹാർപ്പിതം. എന്നാൽ വിഗ്രഹാർപ്പിതം ഒഴിവാക്കണം. ഇത് വാമൊഴിയായി അറിയിച്ചു. ഇനി അപ്പോസ്തല പ്രവൃത്തി 21:25 അപ്പൊ വിശ്വസിക്കുന്ന ജാതികളെ സംബന്ധിച്ചു. അപ്പം ദൈവസഭയ്ക്കകത്ത് യഹൂദന്മാർ മാത്രമല്ല ഉള്ളത്, പിന്നെ ആരാ? ജാതികളും ഉണ്ട്. യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവിൻ രക്ഷിതാവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരാണ് സഭയ്ക്കകത്തുള്ളത്. അപ്പോൾ ഏറെക്കുറെ ആളുകളും ജാതിയിൽ നിന്ന് വന്നവരാണ്. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയും, ഞങ്ങളൊക്കെ പിന്നെ പണ്ടേ ക്രിസ്ത്യാനിയെ കേട്ടിട്ട് മുളമൂട്ടി കുടുംബത്തിലാണ് ഞാൻ എന്നൊക്കെ പറയും. മുളമൂട്ടിലായാലും കല്ലുമൂട്ടിലായാലും മതിലക്കുരുത്തിലായാലും എല്ലാം എന്താണ്? ജാതിയാണ്. കാരണം ബൈബിൾ യഹൂദനല്ലാത്ത സകലരെയും വിളിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ പാരമ്പര്യ ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ അപ്പൻ യഹൂദനാന്നുള്ള ഒരു കൈവൊക്കെ ഇല്ല. പപ്പാടെ പപ്പ ഇല്ല. മുത്തച്ഛൻ ഇല്ല. ആരുമില്ല. അപ്പോൾ എല്ലാവരും എന്താണ്? വലിയ കോളറൊന്നും പിടിക്കാനില്ല. നമ്മളെല്ലാം ജാതികളിൽ നിന്ന് കൃപയാൽ അകത്ത് കയറിയവരാ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ജാതികളിൽ നിന്ന് അകത്ത് കയറിയവരടുത്ത് നിങ്ങൾ യഹൂദന്റെ പാരമ്പര്യം തലയിലോട്ട് എന്ത് ചെയ്യണ്ട? കെട്ടിവെക്കണ്ട എന്നാണ് ഈ പറയുന്നത്. ജാതികളിൽ നിന്ന് വന്നവരെ സംബന്ധിച്ചോ അവരെന്ത് ചെയ്യണം? അപ്പൊ വീണ്ടും പറയുന്നു, വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസം മുട്ടിച്ചത്തതും പരസംഗവും മാത്രം ഒഴിഞ്ഞിരിക്കണം എന്ന് വിധിച്ച് എഴുതി അയച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ വാമൊഴിയായി പറഞ്ഞത് ഇപ്പൊ എന്ത് ചെയ്തു? രേഖാമൂലം അങ്ങോട്ട് കൊടുത്തു, ഉപദേശം ഉറപ്പിച്ചു. അപ്പൊ വിഗ്രഹാർപ്പിത ഉപദേശമാണോ? ഉപദേശമാണ്. ഒരു വാക്യം കൊണ്ടല്ല ഉപദേശം സ്ഥാപിക്കുന്നത്. ഒരു വാക്യത്തിന് ഇണവാക്യം അപ്പുറത്തുണ്ട്. അത് രേഖാമൂലം രേഖപ്പെടുത്തി അയച്ചു. അന്ന് വാമൊഴിയായി പറഞ്ഞത് ഇപ്പൊ എഴുതി അയച്ചിട്ടുണ്ട്. എന്ത് ചെയ്തേക്കണം? വിഗ്രഹാർപ്പിതം ഒഴിവാക്കിയിരിക്കണം. മനസ്സിലായോ? എന്നെ ആരും ഉണ്ടാത്തു. സ്തോത്രം. അപ്പൊ ഇതിന് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ചേടാ ഇതിപ്പം ഈ ബൈബിൾ ക്ലാസ്സിനെല്ലാം വന്നാൽ ഇനിയിപ്പോൾ ഉള്ളതും കൂടെ യുവമാരെ കാരണം ഇപ്പോൾ ഒന്നും തിന്നാനും ഇങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ചിലർ പറയും, പാഷ ഇതൊക്കെ ഇപ്പോൾ ഇത്രയും വലിയ കഠിനമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പോൾ ഇച്ചിരി തിന്നെന്ന് പറഞ്ഞു സ്വർഗത്തിൽ പേര് വെട്ടും. അയ്യോ, വിഗ്രഹാർപ്പിതം കഴിച്ചാൽ സ്വർഗത്തിൽ പോതല്ലേ? പരിശോധിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം. ഇനി ഇതിന്റെ ഡീപ്പായിട്ട് അവിടെയാണ് പറയുന്നത്. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട്. കാരണം നേരത്തെ അപ്പോസ്തല പ്രവൃത്തിയിലും ലേഖനങ്ങളിലും എല്ലാം ഇതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്കെല്ലാം അറിവുണ്ട് എന്ന് നമുക്കറിയാം. വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. ഇവിടെ അഡ്രസ് ചെയ്യുന്ന നാം ആരാ? ദൈവമക്കൾ. അടുത്തത്, പല ദേവന്മാരും പല കർത്താക്കന്മാരുമുണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. ലോകത്തിൽ അനേക ദൈവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ലോകം പറയുന്നെങ്കിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. ലോകക്കാരെന്തും പറഞ്ഞോട്ടെ, ദേവന്മാരുണ്ടെന്നോ അസുരന്മാരുണ്ടെന്നോ എന്തും പറഞ്ഞോട്ടെ, പക്ഷെ ഏക ദൈവമേ നമുക്ക് ഉള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതൻ, നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമും ആകുന്നു. അടുത്ത വാക്ക്, എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, അറിവില്ലായ്മ ഒരു കുഴപ്പമല്ല. പക്ഷെ അറിയാനായിട്ട് എന്ത് ചെയ്യണം? ശ്രമിക്കണം, പഠിക്കണം. അടുത്ത വാക്ക്, ചിലർ ഇന്നുവരെ വിഗ്രഹ പരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു. അപ്പൊ ചിലർ എന്ത് ചെയ്യുന്നു?
തിന്നുന്നു. അടുത്തത്, അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീരുന്നു. അപ്പൊ വിഗ്രഹാർപ്പിതം തിന്നുന്ന ഒരു വ്യക്തി വിശുദ്ധനായി മാറുകയാണോ? പിന്നെ എന്തായി മാറുന്നു? മലിനമായി മാറുന്നു. അടുത്തത്, എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. എന്നാൽ നിക്കട്ടെ. അപ്പൊ ഈ തിന്നാഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടവും ഇല്ല. ഇത് തിന്നാൽ ദൈവത്തിന് ഇച്ചിരിയുടെ സ്നേഹം കൂടുമെന്നൊരു ആദായവും ഇല്ല, ഒന്നുമില്ല. ആഹാരം കഴിച്ചത് കൊണ്ട് ദൈവത്തിന് എന്നോട് കൂടുതൽ ഒരു അടുപ്പം ഉണ്ടാവുമെന്നും ഇല്ല. അപ്പൊ ഇതാണ് ഒന്നാം ഘട്ടം. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങൽ ആയി വരാതിരിപ്പാൻ നോക്കുവിൻ. അടുത്തത്, അറിവുള്ളവനായ നീ. ഇനി നമ്മൾ വാക്യം ധ്യാനിക്കാൻ പോവാ. ശ്രദ്ധിച്ചോ. അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ അഥവാ ഒരു വിഗ്രഹാർപ്പിതം കഴിക്കാൻ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ. നിക്കട്ടെ. ഇത് ഏത് അറിവായി പറയുന്നത്? LLB ആണോ, MD ആണോ, MBBS ആണോ? എന്തുവായി പറയുന്ന അറിവ്? ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവാണ്. അറിവുള്ളവനായ നീ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജോബി പാസ്റ്ററിനെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. അറിവുള്ളവനായ നീ. അപ്പം ജോബി പാസ്റ്ററിനെ കുറിച്ച് സഭയിലെ വിശ്വാസികൾക്കൊരു ധാരണയുണ്ട്. ഞങ്ങളുടെ പാസ്റ്റർക്ക് അത്യാവശ്യം ദൈവവചനം അറിയാം. അദ്ദേഹം ഞങ്ങളെ നന്നായി പഠിപ്പിക്കുന്നു. അത്യാവശ്യം വചനത്തിൽ നല്ല ബോധ്യമുള്ളൊരു ദൈവദാസനാണ് ഞങ്ങളുടെ പാസ്റ്റർ എന്ന് വിശ്വാസികളെല്ലാം വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ വചനത്തിൽ അറിവുള്ള പാസ്റ്റർ, നിങ്ങളിങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ വചനത്തിൽ അറിവുള്ള പാസ്റ്റർ ഒരു വിഗ്രഹാർപ്പിതം കഴിക്കാൻ ഒരിടത്തിരിക്കുന്നത് 3 മാസം മുമ്പ് വിശ്വാസത്തിലേക്ക് വന്ന ജിജോ ഉദാഹരണത്തിനാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിൽ വന്ന ബലഹീന സഹോദരൻ, വചനത്തിൽ പഠിച്ചു വരുന്നേ ഉള്ളൂ. ആ ബലഹീന സഹോദരൻ ഇത് കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷിയും വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കയില്ലയോ? ദാറ്റ് മീൻസ് ഇത് കാണുന്ന ജിജോ ഇങ്ങനെ ചിന്തിക്കയില്ലയോ? എങ്ങനെ? ദൈവവചനത്തിൽ ഇത്രയും അറിവുള്ള ഞങ്ങളുടെ പാസ്റ്റർ ഇത് കഴിക്കാനിരിക്കുന്നെങ്കിൽ അത് അത്ര വലിയ കുഴപ്പമുള്ളൊരു കാര്യം അല്ല. കുഴപ്പമുള്ളതാണെങ്കിൽ ആര് ചെയ്യില്ല? ഞങ്ങളുടെ പാസ്റ്റർ ഒരിക്കലും അത് ചെയ്യില്ല. കാരണം അദ്ദേഹത്തിന് വചനത്തിൽ അറിവുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്കും ഇതൊന്ന് കഴിക്കാമെന്ന് അവൻ ചിന്തിക്കയില്ലയോ എന്നാണ് ഈ വിഷയം. ഇനി ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ദൈവവചനത്തിൽ ഇത്ര അറിവുള്ള നിങ്ങളുടെ പാസ്റ്റർ ഇവിടെ ഒരു തിയേറ്ററിൽ ബാഹുബലി കാണാൻ ക്യൂ നിൽക്കുന്നു ടിക്കറ്റ് എടുക്കാൻ. ഇപ്പം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി. കണ്ടോ? ഓരോ ഇടങ്ങേറ് നോക്കി. അപ്പം പെട്ടെന്ന് മനസ്സിലായി. അപ്പം വചനത്തിൽ ഇത്രയും അറിവുള്ള ഞങ്ങളുടെ പാസ്റ്റർ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അടുത്ത ആഴ്ച എനിക്കും ബാഹുബലി ഒന്ന് കാണാമെന്ന് ചിന്തിക്കില്ലയോ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ ഭക്ഷണമാണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ബാഹുബലി അല്ല, വിഗ്രഹാർപ്പിതമായതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. അപ്പോൾ ശ്രദ്ധിച്ചേ, അവൻ്റെ മനസാക്ഷിയും വിഗ്രഹാർപ്പണങ്ങൾ തിന്നുവന്നു. അപ്പോൾ ജിജോയും ഒന്ന് കഴിക്കാം, കുഴപ്പമൊന്നും, ഇത് വലിയ പ്രശ്നമുള്ളതല്ലെന്ന് തീരുമാനിക്കുകയില്ലയോ? ഓക്കെ, അതിനിപ്പം പാസ്റ്റർക്ക് എന്താ കുഴപ്പമൊന്നുമല്ലേ? അടുത്ത വാക്യം, ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. അപ്പം ജോബി എന്ന വ്യക്തി കാരണം ഇപ്പൊ ആര് നശിച്ചു പോകുന്നു? ജിജോ എന്ന വ്യക്തി നശിച്ചു പോകുന്നു. അടുത്ത വാക്ക്, ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ എന്ത് ചെയ്തു? പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷി ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട്, ഇപ്പൊ ഈ തിന്ന ആൾ ആരോട് പാപം ചെയ്തു? യേശുക്രിസ്തുവിനോട് പാപം ചെയ്യുന്ന ഒരു വ്യക്തി കാഹളനാദത്തിങ്കൽ പറക്കുകയോ ഇല്ലയോ? പറ, ഇല്ലല്ലോ. അപ്പൊ വിഗ്രഹാർപ്പിതം എന്തിന് കാരണമായി? നിത്യത നഷ്ടപ്പെടാൻ. കണ്ടോ? ചെറിയ കാര്യമാണോ? ഇതിലെന്തെങ്കിലും ഞാൻ സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ചോ? എഴുതിയിരിക്കുന്ന കാര്യം ഇതൊക്കെ നമ്മൾ എത്രയോ വട്ടം വായിച്ചു വിട്ടിട്ടുള്ള വേദഭാഗം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ധ്യാനിക്കുമ്പോഴാണ് എന്താണ് ഇതിൻ്റെ പിന്നിലെ മർമ്മം ഒന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അപ്പം എനിക്ക് തോന്നുന്നു ചിലരുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു ചിന്ത വരും, സ്തോത്രത്തോടെ കഴിക്കാമെന്ന് വാക്യം ഉണ്ടല്ലോ പാസ്റ്റർ. നിങ്ങളുടെ ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ വാക്യമുണ്ടെന്ന്. ശരി, പഠിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 25 മുതലുള്ള വാക്യം എടുക്കാം. അങ്ങനെയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അപ്പുറത്ത് സ്തോത്രത്തോടെ കഴിക്കാമെന്ന് എഴുതിയാൽ പിന്നെ ദൈവവചനത്തിൻ്റെ ഡിവിനിറ്റി പോയില്ലേ? കോൺട്രഡിക്ഷൻ ആയില്ലേ? വൈരുദ്ധ്യം ഉണ്ടാവില്ലേ? വായിക്കാം. ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ. ഏതാ 1 കൊരിന്ത്യർ 10:25 പിന്നെ വെറുതെ എന്നെ കൂടെ തെറ്റിക്കല്ലേ. അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവേൻ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ സഭയായിട്ട് അടുത്ത വെക്കേഷൻ ഒരു പിക്നിക്കിന് പോവുക. പിക്നിക്കിന് പോയി നമ്മൾ പിന്നെ അങ്ങോട്ട് ചെന്നു. അപ്പോൾ കൊച്ചു പറഞ്ഞു പപ്പ വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ മക്ഡൊണാൾഡിലോട്ട് കയറിയിട്ട് അതിൻ്റെ ഉടമസ്ഥനോട് ചോദിക്കുക, രക്ഷിക്കപ്പെട്ടതാണോ? പറ്റുമോ? ഇവിടെ പറയുന്നത് അങ്ങാടിയിൽ ലഭിക്കുന്നതെന്തും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ. അതുകൊണ്ടാണ് നമ്മൾ പുറത്തു പോയി കഴിക്കുന്ന ഭക്ഷണം പ്രാർത്ഥിച്ച് കഴിക്കുന്നത്. ഓക്കെ, തീർന്നില്ല, താഴോട്ട്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ, ശ്രദ്ധിച്ചേ,
വിശ്വാസി അല്ലാത്ത ഒരാൾ നിങ്ങളെ വിശേഷത്തിന് ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്ന എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവിൻ. നോ പ്രോബ്ലം. അടുത്ത വാക്ക്. എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്. അപ്പം എന്തിനെ വിലക്കൊള്ളൂ? ചുരുക്കി പറഞ്ഞാൽ അല്ലാതെ വിളമ്പുന്നത് കഴിക്കുമ്പോൾ ഇത് വിഗ്രഹാർപ്പിതമാണെന്ന അറിവ് നമുക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും മറ്റേ ഉപദേശം ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്, തിന്നരുത്. അപ്പൊ ഉപദേശമാരെ കാരണം ഒന്നും കഴിക്കരുതെന്നാണോ? എല്ലാം കഴിച്ചോ, ബട്ട് ഒന്ന് കഴിക്കരുത്. ദാറ്റ് മീൻസ് വിഗ്രഹാർപ്പിതം കഴിക്കരുത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ സ്തോത്രത്തോടെ കഴിക്കാമെന്ന് പറയുന്ന ഭാഗം വരാം എടുക്കുക. 1 തിമോത്തിയോസ് 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ഭാവി കാലത്ത് ശ്രദ്ധിച്ചോണം, ഇവിടെ ഉണ്ടല്ലോ, ഇങ്ങോട്ട് നോക്കിക്കോ. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അടുത്ത വാക്ക്. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂട് വെച്ചവരായി വിവാഹം വിലക്കുകയും അവർ വിവാഹം വിലക്കും. അപ്പൊ വിവാഹം വിലക്കുന്നത് ഏതാത്മാവാ? വ്യാജാത്മാവും ഭൂതാത്മാവും. വിവാഹം കഴിക്കാൻ പാടില്ല, അത് വാവു എന്ന് പറഞ്ഞാൽ അത് ഏതാത്മാവാ? വ്യാജാത്മാവും ഭൂതാത്മാവും. അവർ വിവാഹം വിലക്കും. പിന്നെ സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോട് അനുഭവിപ്പാൻ. ഈ വാക്യമാണ് ഹൃദയത്തിൽ കടന്ന് കളിച്ചത്. മനസ്സിലായോ? സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോട് അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. അപ്പൊ ദൈവം നമുക്ക് കഴിക്കാൻ വേണ്ടി സൃഷ്ടിച്ചു തന്ന ഭോജ്യങ്ങളെ കഴിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചാൽ അത് ഏതാത്മാവാണ്? വ്യാജാത്മാവാണ്, ഭൂതാത്മാവാണ്. എല്ലാം കഴിക്കാം. പക്ഷെ അപ്പുറത്ത് പരിശുദ്ധാത്മാവ് ഒന്ന് മാത്രം കഴിക്കരുതെന്ന് പറഞ്ഞു. അതെന്താണ്? ദാറ്റ്സ് ഓൾ. വിഷയം കഴിഞ്ഞില്ലേ? വിഗ്രഹാർപ്പിതം ഒഴികെ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ഭക്ഷിപ്പാനായി സൃഷ്ടിച്ച സകല ഭോജ്യങ്ങളും സ്തോത്രത്തോടെ കഴിക്കാം. പക്ഷെ വിഗ്രഹാർപ്പിതം സ്തോത്രം ചെയ്ത് കഴിക്കാൻ പ്രമാണമില്ല. ഇപ്പം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ആ വാക്യം എടുത്തുകൊണ്ട് യോഗം തീരുമ്പോൾ വന്നേനെ. അപ്പോൾ അവിടെ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കും. അപ്പോൾ ഒന്ന്, അവിശ്വാസികളോട് വേർപാട് പാലിക്കണം എന്നതിൻ്റെ 1-ാം ഘട്ടം എന്ന് പറയുന്നത് അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? വേർപെട്ട് നിൽക്കുക. അപ്പം നമ്മളൊരു ബന്ധു ഒരു കല്യാണം നടക്കുന്ന അമ്പലത്തിൻ്റെ അകത്താണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് പങ്കാളിത്തം വഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ന്യായമായിട്ട് പറയും, എനിക്ക് അന്ന് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് തലേന്ന് പോയി റിസപ്ഷന് പോയി മാന്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഉത്തരവാദിത്വം നടത്തി തിരിച്ചു വരിക. ദാറ്റ്സ് ഓൾ. സ്നേഹം നിലനിൽക്കുന്നു, പ്രമാണത്തിൽ നിലനിൽക്കുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പങ്കാളിയാകുന്നില്ല. രണ്ടാമത് ചിന്തിച്ചെന്താണ്? വിഗ്രഹാർപ്പിതങ്ങൾ പൂർണ്ണമായും വർജിക്കപ്പെട്ടിരിക്കണം. സഭയുടെ ഉപദേശമാണ്. ഒരു വാക്യമല്ല, 2 വാക്യമല്ല, നിത്യതയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന നിലയിൽ വരെ ഒരു അധ്യായം പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി നീക്കി വെക്കണമെങ്കിൽ അത് തമാശയല്ല, അത് ഗൗരവമുള്ള വിഷയമാണെന്ന് ദൈവസഭ മനസ്സിലാക്കിയിരിക്കുക. കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.